നടത്തിയ നമ്മുടെ അഭിമാനമായിട്ടുള്ള അഡ്വക്കേറ്റ് നജുമ വിഷയ സംസാരിക്കുന്ന പ്രഭാഷണ കൂട്ടത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനായ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എ.കെ. നാസർ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കൂടിയായിരുന്ന പ്രിയപ്പെട്ട എ.കെ. മുസ്തഫ സാഹിബ്, സലീം നാലകത്ത്, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായ ഗ്ലോബൽ KMCCയുടെ പ്രസിഡന്റ് ഹബീബ്, ജനറൽ സെക്രട്ടറി സത്താർ താമരത്ത്, വേദിയിലും സദസ്സിലുള്ള മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, KMCCയുടെ ഭാരവാഹികൾ, മറ്റ് നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അസ്സലാമു അലൈക്കും. ഈ കുടുംബയോഗങ്ങൾക്ക് ഓരോ ഘട്ടങ്ങളുണ്ട്. എന്നുവെച്ചാൽ സാധാരണ പൊതുയോഗം പോലെയല്ല കുടുംബയോഗം. പൊതുയോഗത്തിന് നമ്മൾ കുറേ ആൾക്കാരൊക്കെ വരും, പിന്നെ പ്രത്യേകിച്ച് കുറേ ആണുങ്ങളായിരിക്കും, ഓരിങ്ങനെ എല്ലാം കേട്ടിരിക്കും. പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾ വരുമ്പോഴും നമ്മൾ വരും, കൂടെ വാലായിട്ട് രണ്ട് കുട്ടികളും വരും, കുറച്ച് ഇവർക്ക് വിശക്കും, ഓരോ കരച്ചിൽ വരും, അത് കേൾക്കുന്നില്ലേ, ആ സാധനം വരും. അത് വേറൊരു ഘട്ടമാണ്. ആ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അസിൻ വെള്ളിയുടെ ടീമിൻ്റെ മനോഹരമായൊരു പാട്ട് പരിപാടിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ആരംഭിക്കുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. അധിക സമയം എടുക്കില്ല എന്നുള്ള എക്സ്ക്യൂസോട് കൂടി തന്നെ ഞാൻ തുടങ്ങാം. നമുക്കറിയാം, ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കേരളത്തിൽ എല്ലായിടത്തും, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, 140 നിയോജക മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ അതൊരു ആഘോഷമായി നടക്കുകയാണ്. ഒരു പെരുന്നാളൊക്കെ കൂടാൻ പോകുന്ന പോലെ എല്ലാ മനുഷ്യന്മാരും ഭയങ്കര കളർഫുള്ളായിട്ട് കുറച്ച് ദിവസമായിട്ട് നടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാത്തൊരു പ്രോസസ്സാണ് ഈ പ്രാവശ്യം. കാരണം എല്ലാ പ്രാവശ്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണ നമുക്ക് ഭയങ്കര ഒരു അനുകൂലമായ മണ്ഡലമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ UDFനും ഒക്കെ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷങ്ങളിലെ പെർഫോമൻസ് കൊണ്ട് നമ്മുടെ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം ഇരിപ്പുറപ്പിച്ചൊരു സ്ഥലത്താണ് ഈ പ്രാവശ്യം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുന്നത്. അതുപോലെ തന്നെ ചിട്ടയായ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ ചരിത്രത്തിലില്ലാത്ത വിധം നമ്മൾ പിടിച്ചെടുത്തതിന് ശേഷം ആണ് ഈ പ്രാവശ്യം നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിന്റെ മൂഡ് ടെൻഷനല്ല, ഇപ്രാവശ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂഡ് സന്തോഷമാണ്. നമ്മൾ ഇത് ഭയങ്കര രസമായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മൾ കുടുംബയോഗങ്ങൾ കൂടുന്നു, MLA പര്യടനം നടക്കുന്നുണ്ട്, ഒക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പരിപാടിക്ക് കുറച്ചൊരു വ്യത്യാസമാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് മണ്ഡലത്തെ ഗ്ലോബൽ KMCC ആണ്. ഇവിടെ ഇരുന്നിട്ട് ഹബീബ് എന്നോട് പറഞ്ഞു ഞാൻ വേറൊരു പരിപാടിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെയാണ് നിൽക്കേണ്ടത്. ലോകത്ത് മുഴുവനുള്ള ആൾക്കാരുടെ പ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്നത്, എന്തിനാ പുറത്തു പോകുന്നത്. സംഭവം പെരുന്തൽമണ്ണക്കാരാണെങ്കിലും അഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആളുകളും അവരുടെ കുടുംബങ്ങളും ആണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ ചിലപ്പോൾ മണ്ഡലത്തിലെ മാത്രം രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങില്ല. നമുക്ക് ലോകത്തുള്ള എല്ലാ മാറ്റങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നതായി കാണാം. ബഹ്റൈനിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലുടനീളം ഇറാൻ ഇസ്രയേൽ വാറിന്റെ ഒരു വെയ്വ് ഭയങ്കരമായി ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ബേജാറ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക. ഇത് എവിടെ ചെന്ന് തീരും എന്നതിനെ കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നെതന്യാഹു ആണെങ്കിലും ട്രംപ് ആണെങ്കിലും ഒക്കെ ഇസ്രായേലിൻ്റെയും US-ൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാർക്ക് ഏത് മൂടാണോ അതിനനുസരിച്ചാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഗതി എന്നൊരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ ഇത് എന്ത് തീരും, എവിടെ കൊണ്ടെത്തിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല. വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് പ്രവാസി സമൂഹം കഴിയുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ ആശങ്കകളിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ഐക്യദാർഢ്യം അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റാരെക്കാൾ കൂടുതൽ കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ സത്താർ തുടങ്ങിയപ്പോൾ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു.
നമ്മൾ ഗൾഫ് ഒരു ദിവസം നിന്ന് പോയാലോ, ഒന്ന് പോകുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷെ എന്നാലും ഭയങ്കര റെമിറ്റൻസ്, പുറത്തു നിന്നുള്ള ഇൻകം, വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത്. പുറത്തു നിന്നുള്ള വരുമാനം നിലച്ചാൽ എന്ത് ചെയ്യും എന്നതിൻ്റെ ഒരു ബാക്കപ്പ് പ്ലാൻ കൃത്യമായിട്ടില്ലാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. ആ ബാക്കപ്പ് പ്ലാൻ കൂടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു എക്കണോമി, ഇവിടുത്തെ ഒരു സാമ്പത്തിക വ്യവസ്ഥ സ്ഥായിയായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നാട്ടിലെ ആളുകളുടെ വെൽഫെയർ ഉറപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ഏതെങ്കിലും ഒരു വാതിൽ അടക്കുമ്പോൾ മറ്റൊരുപാട് വാതിലുകൾ നിങ്ങൾക്കുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംവിധാനമാവണം. നമുക്കറിയാം, ഇപ്പൊ കേരളത്തിലെ ആരോഗ്യ മേഖല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖല ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ട് ഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഒന്ന്, ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പലതും ഒരു 90% തന്നെ അമേരിക്കൻ കുത്തക കമ്പനികൾ ഏറ്റെടുക്കുന്നു. വലിയ കോർപ്പറേറ്റുകളാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ, നമ്മുടെ പെരിന്തൽമണ്ണയിലും കോഴിക്കോടും കൊച്ചിയിലും ഒക്കെയുള്ള വലിയ ഹോസ്പിറ്റലുകൾ നടത്തുന്നത്. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇവിടുത്തെ മനുഷ്യന്മാർ മാത്രമല്ല എൻ്റെ മുതലാളിമാർ. ആ മുതലാളിമാർ ഈ നാടിൻ്റെ അപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ രാജ്യത്തിനപ്പുറത്തേക്ക് വേണമെങ്കിൽ ഇതാ പറയുന്ന പോലെ അമേരിക്കയിൽ വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു ശൃംഖലയാണ്. ആ ശൃംഖല നമ്മുടെ ആരോഗ്യ മേഖല ഏറ്റെടുക്കുന്നു. അതിനൊരു ഉപകാരമുണ്ട്. ചിലപ്പോൾ നല്ല ചികിത്സ നമുക്ക് പെട്ടെന്ന് ലഭ്യമാവുമായിരിക്കാം, പക്ഷേ അതുപോലെ തന്നെ ചികിത്സാ ചെലവ് വളരെയധികം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടണം? അങ്ങനെ ആരും ഇവിടുത്തെ ആശുപത്രികളുടെ ഷെയർ വാങ്ങരുത് എന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. എന്നാൽ ആ ആശുപത്രികളുടെ ഷെയർ മറ്റൊരാൾ വാങ്ങുകയും നല്ല ചികിത്സ ഉണ്ടാവുകയും നല്ല പൈസ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അപ്പുറത്ത് നമ്മൾ ഗവൺമെന്റ് സംവിധാനം എന്ത് ചെയ്യണം? ഇവിടുത്തെ പൊതുജന ആരോഗ്യ സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കണം. ഗവൺമെന്റ് ആശുപത്രികളിലെ PHCകൾ, CHCകൾ, ഗവൺമെന്റ് താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ടതാക്കാൻ, എല്ലാ ആളുകൾക്കും പെട്ടെന്ന് ആക്സസിബിൾ ആവുന്ന, ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുന്ന, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സൗജന്യമായി ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുന്ന കേന്ദ്രങ്ങളായിക്കൊണ്ട് ഇവിടുത്തെ പൊതുജന ആരോഗ്യ സംവിധാനങ്ങളെ മാറ്റിയാൽ മാത്രമേ സാധാരണക്കാർക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് ആരാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്? പരിഹാരം ഉണ്ടാക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. ആ സിസ്റ്റത്തിനാണ് നമ്മൾ ഗവൺമെന്റ് ഗവേണൻസ് എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ അത് ചെയ്യരുത് എന്ന് പറയുന്ന പവർ പൊളിറ്റിക്സിൽ, ജനാധിപത്യത്തിൽ പോലും നമുക്കില്ല. നമുക്ക് എന്താണത്? നമുക്ക് പൊതുജന ആരോഗ്യ സംവിധാനങ്ങൾ, ഈ ഗവൺമെന്റ് സംവിധാനങ്ങൾ അപ്പുറത്തുണ്ട്. അത് ഏറ്റവും ശക്തിയുള്ളതാക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ എന്താണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യണം. ഏറ്റവും അധികം അനാസ്ഥയുടെ കണക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്നുമാണ്. ഒന്ന്, ആശുപത്രിയുടെ വാതിൽ തുറന്നു കൊടുക്കാത്തത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മരണപ്പെട്ടത് തിരുവനന്തപുരത്ത് വന്ന് നമ്മൾ വാർത്ത കേൾക്കുകയാണ്. പ്രസവിക്കാൻ പോയ സ്ത്രീക്ക് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ തുണ്ണിക്കൂട്ടിയ കൂട്ടത്തിൽ ഒരു കത്രിക വയറ്റിൽ വെച്ച് കൊടുത്ത വാർത്ത നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കേൾക്കുകയാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനകത്ത് നിന്ന് ഒരു ഡോക്ടർ പുറത്തു വന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇവിടെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഓപ്പറേഷൻ ആർക്കെങ്കിലും പറഞ്ഞാൽ ആരാണോ ഓപ്പറേഷന് വിധേയമാകുന്നത് ആ രോഗിയോ രോഗിയുടെ ബന്ധുക്കളോ എന്ത് ചെയ്യണം? ഇവർക്ക് വേണ്ടിയുള്ള ചികിത്സാ ഉപകരണങ്ങളും കൂടി വാങ്ങിക്കൊള്ളണം. എന്ന് വെച്ചാൽ പ്രസവിക്കാൻ തുന്നിക്കൂട്ടണം എന്നുണ്ടെങ്കിൽ സൂചി നൂലുകൾ കൊണ്ടുവരണം എന്ന് പറയുന്നത് പോലെ ഒരു സംവിധാനം. സൂചി നൂല് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, പക്ഷെ അങ്ങനെയല്ല. ഓപ്പറേഷന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുത്താലേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ എന്ന സാഹചര്യമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉള്ളത് എന്ന് ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വന്ന് പറയുകയാണ്. നമ്മൾ ഏറ്റവും അപകടകരമായ സാഹചര്യം നേരിടുമ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യേണ്ട ഗവൺമെന്റ് സംവിധാനം ഏറ്റവും വേഴ്സ്റ്റ് ആവുന്ന, ഏറ്റവും നിരുത്തരവാദിത്വപരമായി പെരുമാറുന്നതാണ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമ്മൾ കണ്ടത്. അത് ആവർത്തിക്കുന്നിടത്തോളം കാലം നമ്മുടെ എക്കണോമി, നമ്മുടെ കേരളം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ടതായി തീരുകയേ ഉള്ളൂ. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ വേദിയിലേക്ക് വരുന്ന അവരുടെ സംഘാടകർക്ക് വേണ്ടി ഇതിനിടെ സ്വാഗതം ചെയ്യാം. ഞാൻ പറയുന്നത് ഒരു സെൻസിൽ തന്നെ വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണാൻ. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം നമുക്ക് പുറത്തു നിന്നുള്ള വരുമാനം നിലയ്ക്കുകയോ വരുമാനം കുറയുകയോ
പറയുകയോ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്താ നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ? പെരിന്തൽമണ്ണ ആശുപത്രികളുടെ നഗരമാണ്, ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നഗരമാണ്. മുഖ്യമാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പെരിന്തൽമണ്ണയിലുണ്ട്. ആ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും നന്നായി പണം വാങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ പെരിന്തൽമണ്ണയിൽ തന്നെയാണുള്ളത്. അങ്ങനെ പണം വാങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാനുള്ള കെൽപ്പ് ഇപ്പം നമുക്കുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിന് ആ കെൽപ്പ് കുറയുകയാണെങ്കിലോ, ഒരു ഇൻഡിവിജ്വലിന്, ഒരു വ്യക്തിക്കല്ല ഞാൻ പറയുന്നത്, നാടിന് ആ കെൽപ്പ് കുറയുകയാണെങ്കിലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്കൂളുകളൊക്കെ പൂട്ടിപ്പോകും, അവിടെ കുട്ടികളൊക്കെ ഇല്ലാണ്ടാവും എന്നൊരു സാഹചര്യം. ഞാൻ പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യത്തെ കുറിച്ചാണ്. ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഉണ്ടാവുന്നുള്ളതല്ല, പക്ഷെ ഉണ്ടായിക്കൂടാ എന്നതിൽ ഒന്നും വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിത്തീർന്നാൽ പിന്നെ എന്താണ് നമ്മുടെ ഭാവി? അത് സ്കൂളിനെ കുറിച്ചല്ല, ആശുപത്രിയെ കുറിച്ചല്ല, ജീവിതത്തിന്റെ നാനാതുറകളിൽ പെടുന്ന എല്ലാ കാര്യത്തെ കുറിച്ചാണ്. ഏറ്റവും ചെറുതായിക്കൊണ്ട് വെളുത്തുള്ളിന്റെയും ഇഞ്ചിന്റെയും തക്കാളിന്റെയും മുളകിന്റെയും വിലയും കുറിച്ച് കൂടി കാണും. അത്തരം സംവിധാനങ്ങളൊക്കെ ഒരു ഭാഗത്ത് അൺകൺട്രോൾഡ് ആവുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നമ്മളൊരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ജനങ്ങൾക്ക് വെൽഫെയർ, ഏറ്റവും നല്ല ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഗവൺമെന്റ് എന്ന് വിളിക്കുന്നത്. ആ ഗവൺമെന്റ് ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കണം. അത് പ്രവർത്തിക്കാത്തതിന്റെ ഫലമാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 100 രൂപക്ക് കഴിഞ്ഞ UDF ഗവൺമെന്റ് അവസാനിക്കുന്ന കാലത്ത് വാങ്ങിയ വെളിച്ചെണ്ണക്ക് LDF ഗവൺമെന്റ് അവസാനിക്കുന്ന കാലത്ത് 450 രൂപയാണ്. ഒരു വെളിച്ചെണ്ണന്റെ മുകളിൽ താളം വെച്ചതാണ് നമ്മുടെയൊക്കെ കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. അത് വെളിച്ചെണ്ണയുടെ മാത്രം വിലയിലല്ല, ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലുമാണ്. പ്രൈവറ്റ് സെക്ടർ ഒരു ഭാഗത്ത് വികസിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ അത്ര തന്നെ ഗവൺമെന്റ് സെക്ടറും ശക്തി ഉള്ളതായി തീരണം. പക്ഷെ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷങ്ങൾ ഏറ്റവും നന്നായി കോർപ്പറേറ്റിസത്തിന് ഓശാന പാടിയ കൊട പിടിച്ചു കൊടുത്ത 10 വർഷങ്ങളാണ് നമുക്ക് കടന്നുപോയത്. ഇനി അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വയ്യ. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ കേരളത്തിലെ ജനങ്ങൾക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്ന, ഒരു പക്ഷേ 2016 ഏറ്റവും ഒടുവിൽ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്ന അവസാനത്തെ വർഷം എന്ന് പറയുന്നത്. ആ വർഷങ്ങളിൽ പോലും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്ന, ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ മന്ത്രിയാവുന്ന കാലത്ത് ഇത് ഏറ്റവും നല്ലൊരു IT ഹബ്ബായിരുന്നു. പിന്നീട് ചുവന്ന കൊടിയിൽ ചുവന്ന നാടയിൽ കുടുങ്ങി മരിച്ചു പോയതാണ് കേരളത്തിന്റെ ഈ സെക്ടർ എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമുക്കുണ്ട്. നമ്മൾ അവിടെ പോയാൽ മാത്രമല്ല, നജീബ് സാഹിബ് എപ്പോഴും പറയുന്ന പോലെ പെരിന്തൽമണ്ണയിൽ വന്ന് ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളൊക്കെ വർക്ക് ചെയ്യുകയും ഇവിടെ പോയിട്ട് ദിനാറില് ഡോളറില് ഒക്കെ നമ്മൾ പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിക്കൊണ്ട് ഈ നാട്ടിലെ സംവിധാനങ്ങളെ മാറ്റേണ്ടതുണ്ട്. അതിന് നേതൃത്വം നൽകാൻ ഗവൺമെന്റിന് തന്നെ സാധിക്കും. സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കെട്ടിടം ഉണ്ടാക്കി ചെതലടിച്ചു പോകേണ്ട ഒരു സംവിധാനമല്ല. എല്ലാ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് പുതിയ ഒരു വഴികാട്ടിയാവേണ്ടുന്ന, ജീവിതത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക്, വ്യവസായത്തിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടുന്ന ഒന്നാണ്. അങ്ങനെ ആവേണ്ടുന്ന ഒന്നാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷം ഇത് ഭരിച്ചു മുടിച്ചതാണ്. ആ ഭരിച്ചു മുടിച്ചതിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? നവോന്മേഷത്തിന്റെ അടുത്ത വർഷങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് നമുക്ക് കടക്കേണ്ടത്. അതിനുള്ള ചാൻസ് ആണ്, ഒരു ഗോൾഡൻ ചാൻസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എല്ലായിടത്തും ഉള്ളത്. UDFന്റെ ഭരണം നമ്മൾ വെറുതെ പറയുന്നതല്ല. എന്തിനാ UDFന്റെ ഭരണം എന്ന ചോദ്യത്തിന് എന്താ, ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റവും സ്ട്രെങ്തൻ ചെയ്യാൻ, ഏറ്റവും ശക്തിയുള്ളതാക്കാൻ, ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക്, ഇടത്തരക്കാർക്ക് ജീവിക്കാൻ പാകത്തിലുള്ളതാക്കാൻ നമുക്കൊരു ഗവൺമെന്റ് ചേഞ്ച്, നമുക്കൊരു സർക്കാരിലെ മാറ്റം അത്യാവശ്യമാണ്. ആ മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കാലത്ത് നിലകൊള്ളുന്നത്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രവാസികളായ ഭർത്താക്കന്മാരുള്ള അവരുടെ ഭാര്യമാരായിരിക്കും. കാരണം ഒരു കുടുംബം മുഴുവൻ ഒറ്റയ്ക്ക് നടത്തുന്ന ഏറ്റവും നല്ല മാനേജർമാരാണ് അവർ ഏറ്റവും നന്നായി എനിക്ക് തോന്നുന്നു കുടുംബത്തെയും സമൂഹത്തെയും വീക്ഷിക്കുന്ന ആളുകളാണ്. ആ സമൂഹത്തെ വീക്ഷിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നും നമ്മുടെ ജീവിതം താളം തെറ്റും എന്നും ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുടുംബങ്ങളെ, സ്ത്രീകളെ, പുരുഷന്മാരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് നമ്മുടെ ഭാവിയെ നിലനിർത്താൻ
പെരിന്തൽമണ്ണ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ നജീബ് സാഹിബിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ടെൻഷനുമില്ല. കാരണം ഞങ്ങൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഈ മണ്ഡലത്തിൽ എല്ലാ മനുഷ്യന്മാരും തൊട്ട് പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് നജീബ് സാഹിബ് എന്ന് പറയുന്നത്. കുട്ടികളെ ആവട്ടെ, സ്ത്രീകളെ ആവട്ടെ, ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആവട്ടെ, യുവജനങ്ങളെ ആവട്ടെ, വൃദ്ധരാവട്ടെ, ഇങ്ങനെ എല്ലാത്തരം മനുഷ്യർക്കും വേണ്ടി പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും തൊഴിലാളികൾക്ക് വേണ്ടി എപ്പോഴും കരുതലോടുകൂടി കൂടെ മുന്നോട്ട് ഒപ്പം നിൽക്കുകയും ചെയ്ത ഒരു ജനനായകനാണ്, ജനകീയ നായകനാണ് നജീബ് കാന്തപുരം എന്ന് പറയുന്നത്. ഇവിടെ പ്രിയപ്പെട്ട ഹബീബ് പറയുണ്ടായി, വീട്ടിൽ നിന്ന് വിളി വരുന്നതിന്റെ വീട്ടിൽ സേഫ് ആണോ എന്ന് ചോദിച്ചൊരു വിളി വരുന്നുണ്ടായി. ആ കരുതലായിക്കൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് നജീബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം 38 ആയിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് ഭൂരിപക്ഷം കിട്ടിയതിൽ രണ്ടാമത്തേത് എന്ന് അടയാളപ്പെടുത്തപ്പെട്ട ഒന്നാണത്. അത് ഭയങ്കര രസമുള്ളൊരു ചരിത്രമൊന്നുമല്ല. പക്ഷെ അതിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന ചരിത്രത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുക എന്ന് പറയുന്നത് നമ്മൾ പെരിന്തൽമണ്ണക്കാരുടെ അഭിമാന പോരാട്ടമാണ്. ആ അഭിമാന പോരാട്ടത്തിന് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗിച്ച് അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട മുസ്തഫ സാഹിബ് സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 5 വോട്ട് പിടിക്കാൻ പറ്റിയാൽ മതി, അല്ലെങ്കിൽ 5 വോട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ യുവാക്കളും യുവതികളും ഫസ്റ്റ് ടൈം വോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കുട്ടികളെ 5 ആൾക്കാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ മാത്രം മതി നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഏറ്റവും ചരിത്രത്തിൽ ഇടം പിടിപ്പിക്കുന്ന ഒരു ഭൂരിപക്ഷം നജീബ് സാഹിബിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത് നമ്മൾ പെരിന്തൽമണ്ണക്കാര് UDF-നോട് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയാണ്. അതിനപ്പുറത്തേക്ക് നജീബ് ഖാനോട് ചെയ്യേണ്ടുന്ന നമ്മുടെ ഒരു നിർബന്ധിത ഉത്തരവാദിത്വം കൂടിയാണ്. അത് ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നേതാക്കന്മാരെ വേദികളുടെ ബഹുമാനപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഉസ്മാൻ അലി പാലത്തിങ്ങൽ, സൗദി MCC നാഷണൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, അങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ പക്ഷേ സമയം വളരെ കുറവാണ്.